CMRL എക്സാലോജിക്ക് കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജികളിൽ ഹൈക്കോടതി വിധി ഇന്ന് വരുന്നു എന്നതാണ് കൊച്ചിയിൽ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ അന്വേഷണം വേണമെന്നാണ് ആവശ്യം. അലി ഉണ്ട് നമുക്കൊപ്പം. അലി, വെരി ഗുഡ് മോർണിംഗ്. അലി, നമ്മൾ കളിയുടെ മൈതാനത്താണ് നിൽക്കുന്നതെങ്കിലും ഇന്ന് കോടതിയിൽ വരാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. ഇതിൽ കോടതിയുടെ എന്ത് നിരീക്ഷണവും അത് സർക്കാരിന് ഒന്നുകിൽ തലവേദനയാവും അല്ലെങ്കിൽ ആശ്വാസമാവും. ഗിരീഷ് ഇപ്പോഴില്ല, ഗിരീഷ് മരിച്ചുപോയി. ഈ കേസിലെ പ്രധാനപ്പെട്ട കക്ഷിക്കാരിൽ ഒരാളായിരുന്നു. മാത്യു കുഴൽനാടൻ കൊടുത്ത ഹർജിയും ഒരുമിച്ചാണ് പരിഗണിക്കുന്നത്. നേരത്തെ വിജിലൻസ് കോടതി തള്ളിയ കേസാണ്. അപ്പോൾ സർക്കാരിന് ചെറിയൊരു ടെൻഷൻ ഉണ്ടോ ഈ കാര്യത്തിൽ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. തീർച്ചയായും നമ്മൾ പറഞ്ഞതുപോലെ ഇന്ന് കൊച്ചിയിൽ നിന്നും പുറത്തു വരാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് ഈ CMRL എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ടുള്ള 2 ഹർജികളിൽ എന്ത് നിലപാട് ഹൈക്കോടതി സ്വീകരിക്കുമെന്നുള്ളതാണ്. 2 ഹർജികളിൽ ഒന്ന് അരുൺ പറഞ്ഞതുപോലെ ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജിയാണ്, മറ്റൊന്ന് മാത്യു കുഴൽനാടൻ്റെ ഹർജിയാണ്. ഈ 2 ഹർജികളും ഒന്നിച്ച് ഇന്ന് ഉച്ചയ്ക്ക് 1:45 കൂടിയാണ് കോടതി പരിഗണിക്കുന്നത്. എന്ത് നിലപാട് കോടതി ഈ വിഷയത്തിൽ സ്വീകരിക്കും, ഈ ഹർജികളിൽ സ്വീകരിക്കുമെന്നത് വളരെ പ്രധാനമാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ വീണ വിജയനും കുഞ്ഞാലിക്കുട്ടിയും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ ഉൾപ്പെട്ട ഒരു വിഷയം കൂടി ആയതുകൊണ്ട് തന്നെ ഏത് നിലയിലായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുക എന്നത് വളരെ പ്രധാനമാണ്. സർക്കാരിന് ഇതിലൊരു ആശങ്കയുണ്ടോ എന്ന് ചോദിച്ചാൽ നേരത്തെ അരുൺ പറഞ്ഞതുപോലെ 2 ഹർജികളും കോടതികൾ തള്ളിയ ഹർജികളാണ്. പിന്നീടാണ് റിവിഷൻ ഹർജിയുമായി 2 പേരും പിന്നീടും ഗിരീഷ് ബാബുവും അതുപോലെ മാത്യു കുഴൽനാടനും മുന്നോട്ട് വരുന്ന സാഹചര്യം ഉണ്ടായത്. അതിലാണ് ഇന്നത്തെ കോടതിയുടെ നിരീക്ഷണം ഏത് നിലയിലാകുമെന്നത് വളരെ നിർണായകമായി തന്നെ നമ്മൾ നോക്കിക്കാണുന്നത്. ഒരു ഘട്ടത്തിലാണ് ഗിരീഷ് ബാബുവിൻ്റെ മരണം ഉണ്ടാകുന്നത്. പിന്നീട് ഈ ഹർജിയുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നതായിരുന്നു ഗിരീഷ് ബാബുവിൻ്റെ കുടുംബം മുന്നോട്ട് വെച്ച വാദം എന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ ഹൈക്കോടതി നടത്തുന്ന നിരീക്ഷണം വളരെ പ്രധാനമായിരുന്നു. പരാതിക്കാരൻ മരണപ്പെട്ടു പോയാൽ പോലും ഹർജി നിലനിൽക്കുമെന്നതായിരുന്നു ഹൈക്കോടതിയുടെ നിലപാട് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ എക്സാലോജിക് വിഷയവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി ഏത് നിലയിലുള്ള നിരീക്ഷണമാകും ഈ 2 ഹർജികളിൽ നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. എന്താണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം വന്നാലും വളരെ പ്രധാനപ്പെട്ട വാർത്തയാണ്. CMRL എക്സാലോജിക്കിൽ മാത്യു കുഴൽനാടൻ്റെ ആർഗ്യുമെന്റ് തള്ളുകയാണെങ്കിൽ, ഹർജി തള്ളുകയാണെങ്കിൽ അത് ഇടത് പ്രൊഫൈലുകൾ വലിയ ആഘോഷമാക്കും. മറിച്ചാണ് എന്നുണ്ടെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കം മാത്യു കുഴൽനാടനടക്കം മാധ്യമങ്ങളെ കാണുകയും ചെയ്യും. അന്വേഷണം വേണം എന്നുള്ളതാണ്. അതിന് ഹൈക്കോടതി പച്ചക്കൊടി കൊടുക്കുകയാണെങ്കിൽ അതിലെന്തോ ഇല്ലേ എന്നുള്ളതൊരു സ്വാഭാവിക സംശയമായി തീരുകയും ചെയ്യും.